ദുബായിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഓക്കെ, തീർച്ചയായും ശ്രദ്ധിക്കേണ്ട. കാരണം നമ്മുടെ ഈ തിരക്കിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കാണ്ട് നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെ ശരീരം, നമ്മളെ ഹെൽത്ത്. ഓക്കെ, ഞാൻ അതൊരു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്കൊരു ബാക്ക് പെയിൻ, അതേപോലെ തന്നെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ മെയിനിലായിട്ട് അതിൻ്റെ റീസൺ വരുന്നുള്ളൊരു ചെറിയൊരു കാര്യമാണ് വിറ്റാമിൻ ഡി എന്നുള്ളൊരു സാധനമാണ് കേട്ടോ. അത് നമുക്ക് നാട്ടിൽ തന്നെ പോകണമെന്നില്ല, ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. വിറ്റാമിൻ ഡി ചെക്ക് ചെയ്യുക. അതിൽ 30 to 100 വരെയാണ് അതിൻ്റെ എന്താണ് മിനിമം 30 എങ്കിലും വേണമെന്നുള്ള ഇതാണ്. പക്ഷെ എൻ്റെ 10 ഓക്കെ, അപ്പോൾ വിറ്റാമിൻ ഡിൻ്റെ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു അൽഹംദുലില്ലാ ചെറിയൊരു ബെറ്റർ പോലെ തോന്നുന്നുണ്ട്. മീൻസ് അത് വലിയൊരു കാരണം നമ്മളെ എല്ലിൻ്റെ ബലം എല്ലാം, അതായത് വിറ്റാമിൻ ഡി ഒരു മെയിൻ ഘടകമാണ് നമ്മളെ ഹെൽത്തിന്. അതായത് മെയിനാണ്, അത് ആരും ശ്രദ്ധിക്കാണ്ട് പോകുന്ന കാര്യമാണ്. നമുക്ക് റെയറായിട്ട് ഫുഡിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനമാണ്. അത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടും, പക്ഷേ ഈ ഒരു വിറ്റാമിൻ ഡി വളരെ റെയർ ആയിരിക്കും. ഓക്കെ, ആദ്യമൊക്കെ നമ്മൾ വെയിൽ കൊണ്ടാലൊക്കെ വിറ്റാമിൻ ഡി കിട്ടും, പക്ഷേ ഇപ്പോൾ വെയിലൊന്നും വിറ്റാമിൻ ഡി വരുന്നില്ല, എന്തെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ ബാക്കി ചെക്കപ്പും കാര്യങ്ങളൊക്കെ, അതായത് നമ്മളൊരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് അസുഖം വന്നിട്ട് ചികിത്സ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇൻഷാല്ലാ ബാക്കി തവക്കൽ തറല്ല. അപ്പം എന്തായാലും നിങ്ങൾ നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹെൽത്തും കൂടി നിങ്ങളൊന്ന് നോക്കിക്കോളി കേട്ടോ. അപ്പം വേറെ ഒന്നും പറയാനില്ല. അപ്പം അസ്സലാമു അലൈക്കും, നമസ്കാരം.